വഖഫ് ബോർഡ് കേസിൽ കേരള ഹൈക്കോടതി ഉത്തരവിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫ് ബോർഡ് ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനി ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീം കോടതി നീക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ചെന്നത്. ബാലു, ഈ വഖഫ് ബോർഡ് കേസിൽ കേരള ഹൈക്കോടതി ഉത്തരവിൽ നിർണായകമായ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് കോടതി എത്തിയത്? രതീഷ്, കേരള വഖഫ് ബോർഡിനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കേസിലാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് അതിനിർണായകമായ ഈ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന ഇടക്കാല ഉത്തരവിലെ 6-ാം ഖണ്ഡികയിൽ 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണം. അതുപോലെ തന്നെ മൂലധന ചെലവുണ്ടാകുന്ന തീരുമാനങ്ങൾ വഖഫ് ബോർഡ് എടുക്കരുത് എന്നതായിരുന്നു ആദ്യ നിർദ്ദേശമായി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നത്. രണ്ടാമത്തെ അതേ ഖണ്ഡികയിൽ തന്നെ അവസാനത്തെ വരിയിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഈ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം എന്ന ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ 2-ാം ഭാഗം, അതായത് ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനമെന്ന കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നീക്കിയിരിക്കുന്നത്. ഈ ജോയിന്റ് സെക്രട്ടറി വെറും ഒരു അംഗമായി വഖഫ് ബോർഡിൽ തുടരുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ ശക്തമായി ഈ വഖഫ് ബോർഡും അതുപോലെ തന്നെ ഉമർ ഫൈസിയും ഉൾപ്പെടെയുള്ളവർ ഈ നിർദ്ദേശത്തെ, ഹൈക്കോടതി നിർദ്ദേശത്തെ പൂർണ്ണമായും ഈ ശക്തമായി സുപ്രീം കോടതിയിൽ എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സുപ്രീം കോടതി ആകട്ടെ ഭാഗികമായി അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര സമുദായ അംഗങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയതെന്നായിരുന്നു ഈ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ നിലവിലെ വഖഫ് ബോർഡിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നും അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ വഖഫ് ബോർഡിൻ്റെ ഘടന സംബന്ധിച്ചുള്ള വിഷയത്തിൽ നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി, കേരള ഹൈക്കോടതിയിൽ 4 ഹർജികൾ പരിഗണനയിലുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഈ പറയുന്ന, അതായത് മുസ്ലിം വിഭാഗക്കാരില്ലാത്ത വിഷയമുള്ളത്. എന്നാൽ ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് ഹർജികളിൽ തീർപ്പായിട്ടില്ല എന്നും എന്നും ഈ തടസ്സ ഹർജി നൽകിയിരുന്നവർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി എല്ലാ കക്ഷികളുടെയും വിശദമായ വാദം കേട്ടതിന് ശേഷം ഈ വിഷയത്തിൽ അന്തിമ തീർപ്പുണ്ടാക്കുവാനാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ അത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടാകണമെന്നും ഉത്തരമൊരു തീർപ്പുണ്ടാകണമെന്നും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവരുടെ വാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് ബോർഡ് കേസിൽ കേരള ഹൈക്കോടതി വിധിയെ ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ്, ഇടക്കാല ഉത്തരവിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. ഇത് രാവിലെ നമ്മളിന്ന് മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്തിരുന്നു. സംസ്ഥാനത്തിൻ്റെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യം ഏതാണ്ട് അക്കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഫലത്തിൽ അല്പം 2 കൂട്ടർക്കും സ്വീകാര്യമാകുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഈ ഉത്തരവോടുകൂടി ഈ ജോയിന്റ് സെക്രട്ടറിക്ക് ഈ വഖഫ് ബോർഡിൽ അമിതാധികാരം ഉണ്ടായിരിക്കില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നയപരമായ കാര്യങ്ങളിലും ഈ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ബോർഡിന് തേടേണ്ടി വരും. അതുപോലെ തന്നെ മൂലധന ചെലവുള്ള വിഷയങ്ങളിലും ഈ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ബോർഡിന് ഇനി ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ശരി, ബി ബാലഗോപാലാണ് വിശദമായി തന്നെ എന്താണ് കേസിന്റെ പശ്ചാത്തലമെന്നും ഇപ്പോൾ കോടതിയിൽ സംഭവിച്ചത് എന്താണ് എന്നും അതിന്റെ രാഷ്ട്രീയമായ ഉൾപ്പെടെ സാഹചര്യം എന്താണെന്നും വ്യക്തമാക്കിയത്. വഖഫ് ബോർഡ് കേസിൽ കേരള ഹൈക്കോടതി ഉത്തരവിൽ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വഖഫ് ബോർഡ് ജോയിന്റ് സെക്രട്ടറി മേൽനോട്ടത്തിൽ അവിടെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത് എങ്കിൽ ഇനി ബോർഡ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയല്ല എന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ആ നിർദ്ദേശം ഈ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്ന നിർദ്ദേശം അത് ഒഴിവാക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്.